അതാ ഷിജുവിന് പറഞ്ഞല്ലോ. അതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടില്ലേ? ചാനലിലൊക്കെ കയറി ഒത്തിരി കോമഡി അടിക്കുന്ന അതിനെ കുറിച്ചേ പറയണേ. അതൊക്കെ അപ്പൊ അത്ര എന്നെ കുറിച്ചാണ്. അപ്പൊ ഓക്കെ, ഞാൻ ചുമ്മാ പറഞ്ഞു. ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചു. ഞാൻ സന്തോഷകരമായ ഒരു പടമായിരുന്നു. നല്ല രസമായിരുന്നു ഈ പടം. ഇദ്ദേഹം പടത്തിൻ്റെ അഭിനയിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എപ്പോഴും ഉണ്ട്. പിന്നെ കുറേ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒന്ന് പോകും, എന്നാലും ഉണ്ട്. നല്ല ശ്രദ്ധയായിരുന്നു പടം. ഇനി എനിക്ക് മഹേഷ് സാറിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ അദ്ദേഹം അസോസിയേറ്റ് ആയിട്ട് ഒരു പടത്തിൽ വർക്ക് ചെയ്യുക. പുള്ളി ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ ഒരു പടത്തിൽ അസോസിയേറ്റ് ചെയ്യുകയാണ്. ഒരു കൂട്ടുകാരനോ, അത് കബഡി എന്ന കലാഭവമണിയുടെ പടമാണ്. ഞാൻ അന്ന് അദ്ദേഹത്തെ കണ്ടു. അതിനുശേഷം അദ്ദേഹം വേറെ പടങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ചില പടത്തിൽ ഞാനില്ല, വേറൊരു പടത്തിൽ പുള്ളി വേറെ ഒരു വർക്കിൽ വെച്ച് അവിടെ വെച്ച് കണ്ടു. പിന്നെ എന്നോട് ഈ കാര്യം സംസാരിച്ചു. എനിക്ക് അന്ന് തൊട്ടിരുന്ന വരെ നല്ലൊരു സ്നേഹവും ബഹുമാനം തരുന്ന ഒരു ഡയറക്ടർ. പിന്നെ ഇദ്ദേഹം, ഇത് ദീപു എന്ന് പറയും. ഇദ്ദേഹം കൺട്രോളറാണ് സിനിമയുടെ. ഇതിൽ അഭിമാനമായിട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. റോമൻസ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ 150 ദിവസം ഓടിയൊരു പടമാണ്. അത് കൊടൈക്കനാലിൽ വെച്ചിട്ട് അന്ന് ഭയങ്കര പ്രശ്നമായിട്ട് ഈ ഫോൺ കോളും ഒന്നും വലിയ കാര്യമായിട്ടില്ലാത്ത സമയമൊക്കെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റേഞ്ചൊന്നും ഇല്ലാത്ത ആ സമയത്തൊക്കെ നിന്ന് കൈകാര്യം ചെയ്ത അദ്ദേഹമാണ് ദീപു ട്രിവാൻഡ്രം. അദ്ദേഹത്തിൻ്റെ അനിയൻ അമ്പിളി ഡയറക്ടറാണ്. ഇത് ഇടകാലം കൊണ്ട് ഒരു ചെറിയൊരു പാരഡൈസ്, ഇത് ചെറിയ പ്രശ്നം വന്നിട്ട് ശരിയായി. ഇദ്ദേഹവും അദ്ദേഹവും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ പടം ഏറ്റെടുത്തു. പിന്നെ ധ്യാൻ ഉണ്ട് ഈ പടത്തിൽ, ഷാലോനുണ്ട്, അജയനുണ്ട്. ഇദ്ദേഹം ഇതിനകത്തൊരു മനോഹരമായിട്ടുള്ളൊരു നല്ല പേട്ടിക്കൽ ഉഗ്രം വേഷമാണ് ചെയ്തേക്കുന്നത്. നല്ല ഗംഭീരമാർന്ന ഒരു വേഷമാണ് ചെയ്തേക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു വേഷം ചെയ്തേക്കുന്നത്. അല്ല, ഞാൻ വെന്നീസിനെ കുറിച്ച് ഞാൻ തൊട്ട് കാണിച്ചല്ലോ. സോറി, പറയുമ്പോൾ മാറിപ്പോയി. ഷാജോൺ പോലീസ് ഉദ്യോഗസ്ഥനും ഇദ്ദേഹം പറയുന്നു. അതെന്തോ ആയിക്കോട്ടെ, അത് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും അദ്ദേഹം ഒരു കുഞ്ഞു സിനിമയെക്കുറിച്ച് ഞങ്ങളെല്ലാവരും സംസാരിച്ചപ്പോൾ, ഒരു കൊച്ചു സിനിമയാണിത്. ഞങ്ങൾ എല്ലാവരും വലിയ പടത്തിലും ചെറിയ പടത്തിലും കുഞ്ഞു പടത്തിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പടത്തിലൊക്കെ അഭിനയിക്കുന്ന. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ തൊഴിലാണ്. ഞങ്ങൾ ആര് വിളിച്ചാലും പോകണം. ഞങ്ങൾ പൈസ കിട്ടുന്ന പൈസ പടത്തിൽ മാത്രമേ പോകുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധേയമാവുന്ന പടത്തിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതൊന്നുമല്ല നമ്മുടെ കാര്യം. നമ്മളൊന്ന് വർക്ക് ചെയ്തു. ആ പടം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണെന്ന് പറഞ്ഞാൽ അഭിമാനമുണ്ട്. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക പടം. തിയേറ്ററിൽ നിന്ന് പറഞ്ഞൊന്നും വിട്ട പടമൊന്നുമല്ല. നല്ല കുടുംബ സദസ്സൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് പടത്തിനകത്തേക്ക്. ഏതായാലും ഈ കുടുംബശ്രീയും കുഞ്ഞാടും എന്ന് ഈ പറഞ്ഞ പടത്തിനകത്ത് എനിക്ക് അതിനകത്തൊരു വേഷം തന്നതിന് ഞാൻ മഹേഷ് സാറിനോട് നന്ദി പറയുന്നു, ഇദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. എന്നെ വിളിക്കണമെന്ന് പറഞ്ഞപ്പം ഇദ്ദേഹം എന്നാൽ അയാളെ വിളിച്ചോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കുന്നു. പിന്നെ എൻ്റെ കൂടെ സഹപ്രവർത്തകരായിട്ടുള്ള ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. അവരുമായിട്ട് മാന്യമായിട്ട് ഞങ്ങളൊരു കുഞ്ഞു പടം ചെയ്തു. ആ കുഞ്ഞു പടം ഓടിക്കൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞു പടം ഞങ്ങൾക്കൊരു വലിയ പടമാണ്. മൊത്തത്തിലൊരു വലിയ പടമാണ് അത്, കുഞ്ഞു പടമൊന്നുമല്ല. അപ്പം ഈ പടം ഇനിയും ആൾക്കാർ കാണണം. എല്ലാവരും ചെന്ന് കുടുംബസമേതം കാണണം, കുടുംബശ്രീയും കുഞ്ഞാടും. അപ്പം എനിക്ക് നന്ദി മാത്രമേ പറയാം. എല്ലാവരും ഈ പടത്തിനെക്കുറിച്ച് നിങ്ങളാണെങ്കിലും കണ്ടിട്ടുള്ളവരോ അല്ലെങ്കിൽ കാണാനുള്ളവരോ എല്ലാം കണ്ടിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞു വെച്ചാൽ ഒരു ചെറിയ പടം നല്ല രീതിയിൽ അങ്ങ് പോയേക്കുക. അപ്പോൾ ഒന്ന് കാണുക, സഹകരിക്കുക, ഞങ്ങളൊക്കെ ഒന്ന് അനുഗ്രഹിക്കുക. ഇനി ബാക്കി പറയാനുള്ളത് അല്ലെ